ഉമ്മാക്ക് ഞാൻ ഒരു മോനാണ്. എൻ്റെ ഭാര്യയും ചെറിയ രോഗിയാണ്. മക്കളെയും ഉമ്മയെയും കൂടി എന്നെക്കൊണ്ട് നോക്കാൻ കഴിയുന്നില്ല. ഒരു വൃദ്ധസദനത്തിലേക്ക് ഉമ്മയെ മാറ്റുന്നത് ഇസ്ലാമിക നയപ്രകാരം തെറ്റാണോ ഉസ്താദേ? ചോദിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ നിന്നും ഒരു സഹോദരനാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നമ്മൾ അങ്ങനെ കൊണ്ടാക്കുന്നത്? ഉമ്മയുടെ മഹത്വവും ഉമ്മയുടെ വലിപ്പവും ഉമ്മയുടെ മാഹാത്മ്യവും നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഉമ്മയെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് താമസിപ്പിക്കില്ല. അതിന് നിങ്ങൾക്ക് രോഗമാണോ, നിങ്ങളുടെ കുടുംബത്തിന് ക്ഷീണമാണോ? ഇപ്പോൾ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ ഞാനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് അങ്ങനെ ഒരു കോൾ വന്നാൽ 100% നമ്മൾ ഏറ്റെടുക്കില്ല. കാരണം ആ മക്കളെ അതിനു വേണ്ടിയിട്ട് മാനസികമായി പ്രാപ്തരാക്കി ശാരീരികമായി ആ മാതാവിനെ നോക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കലാണ് സ്നേഹസാഗരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി ആ മാതാവിനെ സംരക്ഷിക്കാനും സഹായിക്കാനും നമ്മൾ നോക്കണം. ഒരു നിവൃത്തിയും ഇല്ലാതെ വന്ന അവസാന ഘട്ടത്തിൽ, അതായത് മൊത്തത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്നില്ല, ഉമ്മായെ നോക്കാൻ കഴിയുന്നില്ല, ഉമ്മായെ കുളിപ്പിക്കണം, മലമൂത്ര വിസർജനം എടുക്കണം, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു പുണ്യകർമ്മമാണ്, ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പുണ്യകർമ്മമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചല്ലോ ഒരാൾ, എൻ്റെ ഉമ്മ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ മലവും മൂത്രവും എടുത്തിട്ടുണ്ട്, പക്ഷേ അതിന് പകരമായി ഒരുപാട് കാലമായിട്ട് ഞാൻ ഉമ്മാക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് പകരമാവില്ലേ എന്നാണ് ചോദിച്ചത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിൻ്റെ മാതാവ് നിൻ്റെ മലവും മൂത്രവും എടുത്ത് നിന്നെ വൃത്തിയാക്കുമ്പോൾ നിൻ്റെ മാതാവ് കരുതിയിരിക്കുന്നത് നീ ഒരുപാട് കാലം ജീവിക്കണമെന്ന ആഗ്രഹമാണ്. പക്ഷെ നീ തിരിച്ച് മാതാവിന് ചെയ്യുമ്പോൾ നീ എന്താ ആഗ്രഹിക്കുന്നത്? കൂടിപ്പോയാൽ 1 വർഷം, അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് മാതാവ് എന്തായാലും മരിക്കും. അപ്പോൾ അത്ര കാലം ചെയ്താൽ മതിയല്ലോ എന്നൊരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അതുകൊണ്ട് പകരത്തിന് പകരം ഒരിക്കലും ആവില്ല എന്നാണ്. അപ്പോൾ പരമാവധി മാതാവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ഒരു അവസരം കിട്ടിയാൽ അത് ചെയ്യുക. അതിങ്ങനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവന്ന ആക്കലല്ല ചെയ്യേണ്ടത്. ഞാനൊക്കെ സ്നേഹസാഗരത്തിൽ വഴിയോരങ്ങളിൽ കിടക്കുന്നവരെയാണ് എടുക്കുന്നത്. ആരും നോക്കാതെ വലിച്ചെറിയപ്പെട്ടു പോയവർ, അവരെ സംരക്ഷിക്കാൻ ആളില്ല, അങ്ങനെ കിടക്കുന്നവരെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് പാട്ടൊക്കെ പാടി നോക്കുന്നത്. എന്നാൽ പോലും മക്കൾ അടിച്ചവരുണ്ട്, മക്കൾ ചവിട്ടിയവരുണ്ട്, ജാതി മതഭേദമന്യേ എല്ലാ മതത്തിൽപ്പെട്ടവരും. അവരാരും ഇന്ന് വരെ അവരുടെ മക്കളെക്കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കെതിരെ ഉസ്താദ് പ്രാർത്ഥിക്കണമെന്ന് പറയാനോ ഇതുവരെ മനസ്സ് കാണിച്ചിട്ടില്ല. അത് തന്നെ ഒരു മാതൃഹൃദയത്തിൻ്റെ മൃദുലതയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരിക്കലും ഈ അൽ ജവാബ് പ്രോഗ്രാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂല അങ്ങനെ കൊണ്ടാക്കാൻ. നിങ്ങൾക്ക് ഉള്ള കുറവുകൾ നിങ്ങൾ നികത്തി ആ മാതാവിനെ പരിചരിക്കുക. അള്ളാഹു താല അതിൻ്റെ കൂലി നിങ്ങൾക്ക് 2 ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ ഉപ്പ മരിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്നു. ഒന്നും ചെയ്തു കൊടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ആകെ ഞാൻ വിഷമിച്ചു പോയി. ഒരാൾ മരണപ്പെടുമ്പോൾ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉസ്താദ് അൽ ജവാബിൽ കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ചോദിച്ചിരിക്കുന്നത് ഷംസുദ്ദീൻ ഹാജിയാണ്, കാസർഗോഡ് നിന്നും. വളരെ പ്രധാനപ്പെട്ട പഠനാർഹമായ ഒരു ചോദ്യമാണ്. ഒരാൾ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വളരെ അത്യാവശ്യം ചെയ്യേണ്ടത് സൂറത്ത് യാസീൻ, സൂറത്ത് റഅദ് നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യുക. പിന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ കാതിലേക്ക് പതിയെ വ്യക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ചെറിയ വെള്ളപ്പാത്രം നിറച്ച വെള്ളം ഉണ്ടെങ്കിൽ തുണി കൊണ്ട് അല്പം മുക്കി അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്തേക്ക് ഇങ്ങനെ ചുണ്ടിലിങ്ങനെ നനച്ചു കൊടുക്കുക. ഏതായാലും ആ സമയത്ത് നല്ലതുപോലെ വായ തുറന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആവില്ല. റൂഹ് പിടിക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ഒരു മനുഷ്യൻ്റെ ശരീരം വല്ലാതെ വരിഞ്ഞ് മുറുകിപ്പോകുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് വെള്ളം തൊട്ട് ചുണ്ടിൽ നാവിൽ നനച്ചു കൊടുക്കുക. അതിനുശേഷം മലക്കുകൾ വരാൻ തടസ്സമായ എന്തെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ, ഫോട്ടോസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരനെ കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ച് കിടത്തുക. എന്നിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുക. സൂറത്ത് യാസീൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മരണപ്പെട്ടു പോയാൽ ഉടൻ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നായിരിക്കും ആത്മാവ് വലിച്ചൂരിയെടുക്കുന്നത് അവസാന സമയം. അപ്പോൾ ആ കണ്ണുകൾ ഇങ്ങനെ തുറന്നിരിക്കും. ആ കണ്ണുകളെ പതിയെ തൻ്റെ കൈകൊണ്ട് മൃദുലമായി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞ് പതിയെ കണ്ണുകൾ തിരുമ്മി അടച്ചു കൊടുക്കുക. അവയവങ്ങളുണ്ടാവും. ഏത് സമയത്താണ് എങ്ങനെയാണോ അവയവം ഇരിക്കുന്നത് മരിക്കുമ്പോൾ ആ അവയവം അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ രക്തഓട്ടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിരലുകൾ അങ്ങനെ നിവർന്നാണ് ഇരിക്കുന്നതെങ്കിൽ നിവർന്ന് തന്നെ ഇരിക്കുള്ളൂ. കാല് മടങ്ങിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കാലുകളൊന്നും മടക്കിയും കെണിപ്പുകളെ നേരെയാക്കണം.
കാലുകൾ മടക്കിയും നൂത്തും വിരലുകളെ ഒന്ന് ഇങ്ങനെ അമർത്തിപ്പിടിച്ചും മടക്കിയും നിവർത്തിയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് മരണപ്പെട്ടതിന് ശേഷം നമുക്ക് പൊതിയാനും അദ്ദേഹത്തെ അടക്കാനും ഒക്കെ മയ്യത്ത് കിടത്തിയിരുന്നാൽ തന്നെ വികൃതമല്ലാത്ത രീതിയിൽ ആ മയ്യത്തിനെ ആളുകൾക്ക് കാണാനും ഒക്കെ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അത്യാവശ്യം ചിലപ്പോൾ പരിസരത്ത് ഉസ്താദുമാരോ അല്ലെങ്കിൽ ഇത് അറിയുന്നവരോ ആരും ഇല്ലെങ്കിൽ അൽജവാബ് കാണുന്ന സ്ഥിരം പ്രേക്ഷകരെന്നുള്ള രീതിയിൽ ഒരാളുടെ അടുത്ത് മരണമാസന്നമായാൽ അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടാൽ അത്യാവശ്യം ഇത്രയും കാര്യങ്ങളെങ്കിലും നാം പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്.